കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അളക്കാൻ ഇവിടെ ആരുമില്ലേ? കോട്ടയത്ത് സംഭവിച്ചത് ആരുടെ വീഴ്ചയാണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്നായി ചേരുകയാണ്. സിനോ തോമസ്, അർജുൻ കല്യാട്, ദിലീപ് ദേവസ്യ, ലേബി സജീന്ദ്രൻ എന്നിവരിലേക്ക് വിശദമായ വിവരങ്ങൾക്കായി പോകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തെക്കുറിച്ച് മന്ത്രിമാർ നടത്തിയ ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവനയാണ് ബിന്ദുവിന്റെ ജീവൻ അപഹരിച്ചതെന്ന് ഭർത്താവ് വിശ്രുതൻ പറയുകയാണ്. ആരോഗ്യമന്ത്രി അടക്കം നടത്തിയ പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. അതല്ലെങ്കിൽ ബിന്ദുവിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. തന്റെ നിലവിളി ആരും കേട്ടില്ലെന്നും ഭർത്താവ് വിശ്രുതൻ പറയുന്നു. ആ വാക്കുകൾ കേൾക്കാം. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനാണ് നമുക്കൊപ്പമുള്ളത്. ഇന്നലെ അത്തരത്തിൽ അവിടെ ശുചിമുറി ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ആരും അപകടത്തിൽ പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലും മന്ത്രിമാർ പ്രസ്താവന നടത്തിയില്ലായിരുന്നുവെങ്കിൽ ജീവൻ ബിന്ദുവിനെ രക്ഷിക്കാമായിരുന്നു എന്ന് തന്നെയല്ലേ ചേട്ടൻ കരുതുന്നത്? തീർച്ചയായും അത് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ നോക്കാഞ്ഞെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം മാഡത്തിന് ചോദിക്കട്ടെ. ഇനി ആളില്ല, നോക്കണ്ടായോ? നോക്കണോ വേണ്ട? ഒരു കെട്ടിടം ഇടിഞ്ഞു വീണിയാണെങ്കിൽ ആളില്ല, പോട്ട് അതിനകത്ത് ആളില്ലെന്ന് വെച്ചോ, എന്നാലും നോക്കണ്ടായോ? അതാരും ഉത്തരവാദിത്തമോ? ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തർ പറഞ്ഞറിയുമ്പോഴുള്ള എനിക്കറിവുള്ളൂ. ഞാൻ അന്നേരം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ബ്ലഡും കൊണ്ട് ഓടുമായിരുന്നു. 3 ആഴ്ച അവിടെ പാടുപെട്ടാണ് അവിടെ കിടന്നത്. ഞാനൊക്കെ പുറത്താണ് കിടക്കുന്നത്. അവർ ആ വാർഡിലല്ല, നമ്മൾ അത് വനിതാ വാർഡ്, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കൊതുകടിയും കൊണ്ട് ഞാനൊരു പായൊക്കെ ഇട്ട് ഞാനവിടെ കിടക്കുക. രാത്രിയിൽ ഇവർക്കുള്ള ആഹാരങ്ങളും മെഡിസിനുമൊക്കെ ഞാൻ തന്നെ എത്തിക്കുന്നത്. ഫോൺ ചെയ്യും വരും, അങ്ങനെ കൊടുക്കുമായിരുന്നു. വലിയ പാടുപെട്ടാണ് ഈ ജീവിതം നീക്കിക്കൊണ്ടിരുന്നത്. അത് എൻ്റെ അത്താണി ഈ ബിന്ദു തന്നെ. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിനെ ഓടിച്ചുകൊണ്ട് വിട്ടത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് അവിടെ കിട്ടുന്ന ഒട്ടുമിക്ക ഒരു 300 രൂപയുടെ ഒരു വരുമാനത്തിലായിരുന്നു ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ശുചിമുറിയൊക്കെ രോഗികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്നിട്ടും അത്തരത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രിമാർ തന്നെ നേരിട്ട് വന്നത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്നൊരു പ്രസ്താവന നടത്തിയത്? അതും എനിക്കറിയത്തില്ല. അതെന്താ അങ്ങനെ നടത്തിയതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾക്ക് അങ്ങനെ കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് കള്ളത്തരം പറയേണ്ട ഒരു കാര്യമില്ല. ഞാനുള്ള മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പ്രസ്താവന വന്നത് ഉത്തരവാദിത്വരഹിതമായ ഒരു പ്രസ്താവനയായി പോയി ആയിരിക്കും. അങ്ങനെ നമുക്ക് കരുതാൻ ഒക്കത്തുള്ളൂ, അല്ലേ? അങ്ങനെ പാടില്ല. ഞാൻ അവിടെ ദിക്സാക്ഷിയാണ്. അവിടെ യൂസ് ചെയ്യുന്ന റൂമുമാണ്, യൂസ് ചെയ്യുന്ന ബാത്റൂമുമാണ്. അത് ഞാൻ ദിക്സാക്ഷിയാണ്. കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ അവരൊരു അഭിപ്രായം പറഞ്ഞതിനെ പറ്റി എനിക്കറിയത്തില്ല. ആ ഒരു അഭിപ്രായ പ്രകടനം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുമായിരുന്നു, അല്ലേ? പിന്നെ JCB വരുന്നത് ഒരുപാട് നേരം സമയം കഴിഞ്ഞാണ് JCB അതിനകത്ത് വരുന്നത്. അതിനകത്ത് വരാൻ പാടാ, റാമ്പിലോ വരുന്നത്. ഏതാ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് വന്ന റാമ്പിലാണ് ഇത് വരേണ്ടത്. അപ്പോൾ JCB കൊണ്ടുവന്ന് പിന്നെ അതിന് ഒരു പാടാത് അവിടുന്ന് കൊണ്ടുവരാൻ. എന്തായാലും JCB വരായിരുന്നു. ആളെ മാറ്റിയിട്ട് വേണമെങ്കിൽ സ്ലാബ് തള്ളി മാറ്റിയിട്ട് നോക്കാം. അതിനകത്ത് അടിയിലുള്ളവരുണ്ട്. ഇനി ജസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ നോക്കണ്ടായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് അല്ലേ നോക്കണ്ട? കുടുംബത്തിന്റെ സങ്കടവും കുടുംബം ബിന്ദുവിനെ കാണുന്നില്ല എന്നുള്ളതൊന്നും ആരും ആ സമയത്ത് ശ്രദ്ധിക്കുന്നതേ ഇല്ല. ആൾ മിസ്സിംഗ് ആണല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യയെ കാണാനില്ല, ഞാൻ അലമുറയിട്ട് കരയുക അവിടെ. അത് ഇവരെല്ലാം കാണുവാന്നല്ലോ. ആൾ കാണാനില്ല, എൻ്റെ മകളും കരയുക, ആളിനെ കാണാനില്ല. അപ്പോൾ അവർ പോയി കാഷ്വാലിറ്റി പോയി നോക്കാൻ പറഞ്ഞ് അവിടെ നോക്കിയപ്പോൾ അവിടെ ഇല്ല. ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചെന്തറിയോ, കൊണ്ടോടിയ കൂട്ടത്തിൽ ഓടിപ്പോയതാ. അന്നേരം എൻ്റെ മനസ്സിലെന്താ, എൻ്റെ കുഞ്ഞവിടെ കിടക്കുക, അതിനെ എടുക്കാതെ അവൾ പോകത്തില്ല. കുഞ്ഞ് അവിടെ കിടക്കുന്ന അതിനെ എടുത്താൽ അവിടെ ജീവനും കൊണ്ട് അവൾ പോകത്തില്ല. അപ്പോൾ കുഞ്ഞ് പോയിട്ടില്ലെന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ വിചാരിച്ചത് മിസ്സിങ് ആയി, നാളെ തിരിച്ച് കിട്ടും. പക്ഷേ പിന്നെ നമ്മൾ അറിഞ്ഞത് അതിൻ്റെ അടിയിലായിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞാൽ 1 മണി അധികാരികൾ വന്ന് തുടക്കത്തിൽ തന്നെ ആ അപകടത്തിന് ഗൗരവമില്ല എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ആയിരിക്കും അങ്ങനെ. എന്നാൽ നമുക്ക് കാണാം. അങ്ങനെ ഉത്തരവാദിത്വരഹിതമായി മന്ത്രിമാർ നടത്തിയ പ്രസ്താവനയാണ് ബിന്ദുവിൻ്റെ ജീവൻ അപഹരിച്ചത് എന്നുള്ള ഗുരുതരമായ ആരോപണം തന്നെയാണ് ഭർത്താവ് വിശ്രുതൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമുടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.